ഏകദേശം ഒരു 8-9 മാസം മുമ്പ് നമ്മൾ മലബാർ കല്യാണ ആഡംബരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 2025 ജൂലൈ ആ ഒരു സമയത്ത്. അപ്പം വലിയ രീതിയിൽ റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു അത്. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഏകദേശം ഒരു 1.5 ലക്ഷം വ്യൂസ്, 1,60,000 സംതിങ്, പിന്നെ ഫേസ്ബുക്കിൽ ഒരു 2 to 3 മില്യൺ സംതിങ് അങ്ങോട്ട് വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കൂടാതെ ഇത് ആരോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷനും ക്യാപ്ഷനും ഒക്കെ കൊടുത്തിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്തു. അങ്ങനെ അത് ഒരുപാട് ഫാമിലി ഗ്രൂപ്പ്സിൽ ഈ ഒരു വീഡിയോ വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള പല ആൾക്കാരുടെ ഫാമിലി ഗ്രൂപ്പ്സിലും എന്റെ തന്നെ ഒരു 2 ഫാമിലി ഗ്രൂപ്പ്സിലും എല്ലാം വലിയ രീതിയിൽ ഈ വീഡിയോ പലരും എനിക്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഫാമിലി ഗ്രൂപ്പ്സിലൂടെ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പം അതാരായാലും അങ്ങനെ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് ആരായാലും അവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. കാരണം ഇപ്പം ആ വീഡിയോ ഈ കണ്ട ആളുകൾ യൂട്യൂബിൽ കൂടി കണ്ടിരുന്നേ ചിലപ്പോൾ എനിക്കൊരു 5,000-10,000 കിട്ടിയതിനേക്കാൾ ഉപരി ആ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തുക, ആളുകൾ ഇത് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. അല്ല ആ വീഡിയോ കുറച്ച് പേര് കണ്ട് അതിൽ നിന്ന് ഒരു 5,000-10,000 കിട്ടിയാൽ എനിക്ക് എൻ്റെ ലൈഫിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ആളുകളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതെന്തായാലും സാധിച്ചു. ഒരുപാട് പേര് കണ്ടു. അതിൽ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു 10 ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 1 ലക്ഷം പേര് അല്ലെങ്കിൽ ഒരു 10,000 പേരെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇന്ന് പല ആളുകളും വിവാഹം കഴിക്കുന്നത് ശരിക്കും ഒരു കല്യാണം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മാരീഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതിലുപരി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സെലിബ്രേഷൻ മൂഡിന് വേണ്ടിയിട്ടാണ്. അതായത് കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷങ്ങൾ, അതിപ്പോ ഞാൻ നേരത്തെ ആ വീഡിയോ പറഞ്ഞ ഒരു 5-6 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ, ഫാമിലി ഒത്തുകൂടുമ്പോൾ ഉള്ള സന്തോഷങ്ങൾ, അതുപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ലക്ഷങ്ങൾ പൊടിച്ച് നടത്തുമ്പോൾ കല്യാണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു അറ്റൻഷൻ, അതുപോലെ തന്നെ ഇതെടുത്ത് റീൽസ് ഉണ്ടാക്കുക, മറ്റു ആളുകൾ റീൽസ് ഒക്കെ ഇടുന്ന കണ്ടിട്ട് ഇതെടുത്ത് റീൽസ് ഇടുക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന അറ്റൻഷൻ, ഇതിനൊക്കെ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു കാര്യമായിട്ട് തോന്നും. പക്ഷേ യങ്സ്റ്റേഴ്സിനിടയിൽ ഇപ്പോൾ ഒരു 25 വയസ്സിന് താഴെയുള്ള അവരുടെ ഇടയിലുള്ള ടോപ്പിക്കുകൾ ചിലപ്പോൾ പലപ്പോഴും അവരുടെ ഇടയിലുള്ള ഡിസ്കഷൻ പലപ്പോഴും നിങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. വൈഡ്ലി കല്യാണം എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം, ആ ഒരു ഫംഗ്ഷനിലുള്ള ഒരു 5-6 ദിവസത്തെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം എന്താണ് കല്യാണം, എന്തിനാണ് കല്യാണം, അല്ലെങ്കിൽ എനിക്കിതിന്റെ ആവശ്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ എടുത്തിയാടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിരുന്നു ഐഫോൺ കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന, എൻഗേജ്മെന്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ കാര്യം. അതുപോലെ തന്നെ ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട് എന്ന് പറയുന്ന സ്റ്റാറ്റസിന് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന ഒരുപാട് ഈ പറയുന്നൊരു 20, 21, 22 അല്ലെങ്കിൽ 19 വയസ്സ് ഏജ് ഗ്രൂപ്പുള്ള ഒരുപാട് ആളുകളുണ്ട്. എസ്പെഷ്യലി പറയാതിരിക്കാൻ വയ്യ, മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് അത് കൂടുതൽ. കാരണം ഈ വക ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻസ് നടത്തുന്നതും ഈ വക ഏറ്റവും കൂടുതൽ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. നിങ്ങൾ ഈ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 റീല് കാണുകയാണെങ്കിൽ അതിൽ 8 എണ്ണം അല്ലെ 9 എണ്ണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ളതാണ്. സോ എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, ആണായാലും പെണ്ണായാലും പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിന് മെന്റലി പ്രിപ്പയർഡ് ആണോ എന്ന് ആദ്യം നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് കല്യാണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസ്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. ഈ ഒരു സെലിബ്രേഷൻ മൂഡ് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകരുത്. കാരണം ഇത് കഴിഞ്ഞിട്ട് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇതിനെ ചുറ്റിപ്പറ്റി വരും. അപ്പൊ അതൊന്നും ഫേസ് ചെയ്യാൻ, അതിനൊന്നും അക്കൗണ്ടബിലിറ്റി കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ കല്യാണം കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ പറ്റുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ ഡാമേജ് ചെയ്യുന്ന മറ്റൊരാളുടെ ലൈഫും കൂടാണ്. നിങ്ങൾ ജീവിതത്തിൽ മറ്റെന്ത് ചെയ്താലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. പക്ഷെ ഒരു കല്യാണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ വരുന്ന മറ്റൊരാളും കൂടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അയാളുടെ ലൈഫും കൂടെ ആയിരിക്കും നിങ്ങൾ ഈ വക മെച്യൂരിറ്റി ഇല്ലാതെ എടുത്ത് ചാടുന്നതുകൊണ്ട് നശിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്തരല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പെൺകുട്ടികളിൽ എല്ലാ ആളുകളെയും അല്ല പറയുന്നത്, നമ്മൾ ഒരിക്കലും എല്ലാ ആളുകളല്ല, ഒരു മെജോറിറ്റി ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എക്സെപ്ഷൻ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ പൊതുവേ പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡിന്റെ ആ ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ വിവാഹം നടക്കുമ്പോൾ കിട്ടുന്ന കുറെ സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ ആഡംബരങ്ങളും ഒരു ഷോർട്ട് ടൈം ഹൊറൈസൺ, എന്താ പറയുന്നത്, ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് കൂടി പോയ ഒരു 1 മന്ത് ടൈമിൽ ഒരു കല്യാണം കഴിയുമ്പോൾ ഉള്ള ആ ഒരു പുതുമോടിയെയൊക്കെ ആഗ്രഹിച്ച് വിവാഹത്തിലേക്ക് എടുത്തു ചാടുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടികളുടെ കാര്യം വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന പല ആളുകൾ ഒരു മെജോറിറ്റി ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം നല്ല ഏജ് ആയിട്ട് ഇപ്പോൾ 28, 29, 30, 31 ഒക്കെ വയസ്സായിട്ടും ഇതുവരായിട്ടും വിർജിനായിട്ടിരിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ലാസ്റ്റ് ഓപ്ഷനാണ് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വിവാഹത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഇപ്പൊ 2 രീതിയിലും ഉണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിലേക്ക് എടുത്തു
ചാടിയിട്ട് അവസാനം മറ്റൊരാളുടെ ജീവിതം കൂടെ നശിപ്പിക്കരുത് എന്നുള്ളതാണ്. വിവാഹം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഇതുവരെ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെങ്കിൽ ഇനി മറ്റൊരാളുടെ കാര്യം കൂടെ ടേക്ക് കെയർ ചെയ്യണം, മറ്റൊരാളെയും കൂടെ കൺസിഡർ ചെയ്യണം. ഒരു മുറിയിൽ തന്നെ ഇത്രയും നാൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു, പക്ഷെ മറ്റൊരാളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അയാളുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് നിക്കാഹ് ഡിവോഴ്സ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. പല പല മാട്രിമോണിയിലായിട്ട് അല്ലാതെ തന്നെ മൊഴി ചൊല്ലി ഡിവോഴ്സ് ആയിട്ട് വരുന്നത്. കാരണം ഇവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ ഒരു മെന്റലി പ്രിപ്പയർഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് എടുത്തിയാടും. അപ്പൊ അത്രത്തോളമാണ് ഈ ഡിവോഴ്സ് കേസുകൾ അല്ലെങ്കിൽ നിക്കാഹ് ഡിവോഴ്സ് കേസുകൾ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ഡിവോഴ്സ് ഉണ്ട്. എന്നാലും ഇപ്പൊ നമ്മൾ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും മെജോറിറ്റി ഓഫ് വിഭാഗങ്ങളിൽ ഈ കല്യാണത്തിന് മുമ്പ് നിർബന്ധിതമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കൗൺസിലിംഗ് ക്ലാസ്സസ് ഉണ്ട്. അത് ആണും പെണ്ണും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യണം. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അറ്റൻഡ് ചെയ്യണം. കല്യാണത്തിന്റെ ക്ലാസ്സുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നീണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ്. ഇപ്പൊ എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കല്യാണത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരൊരുമിച്ച് ഇതുപോലെ ഈ വെഡിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അങ്ങനെയുള്ള ഒരു നിർബന്ധിത കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ വെച്ചുകൂടാ? ഇത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി തിരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല, അല്ലാതെ തന്നെ എല്ലാ ആളുകളും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇപ്പൊ നമുക്കുള്ള പ്രൊവിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിറ്റി ബേസിലെങ്കിലും അങ്ങനെയെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ബേസിൽ നടക്കുമ്പോൾ ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പൊ ഈ കോമൺ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു തുടങ്ങണമെന്നൊന്നുമില്ല. സോ അവരവരുടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കൗൺസിലിംഗ് കൊടുക്കട്ടെ. അതും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു ജനറേഷനെ ബേസ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പൊ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ തന്നെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുക. അല്ല ഇപ്പൊ ട്രഡീഷണൽ മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ ആ രീതിയിലുള്ള ആളെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുക. അതാകുമ്പം അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമുക്ക് പോലെ കല്യാണം കഴിച്ച് അവരെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അതിനെന്താണ് വേണ്ടത്? ഇവർ തമ്മിൽ ആദ്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്ന് പോയി പെണ്ണ് കണ്ട് നാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പം എക്സ്ട്രീംലി എൻറ്റയർലി സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരാൾ, അയാളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നോ അനിഷ്ടങ്ങൾ എന്താണോ അയാളുടെ സ്വഭാവം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിവോഴ്സുകൾ വരുന്നത്. ചിലപ്പോൾ 1 മാസമൊക്കെ കഷ്ടപ്പെട്ട് അവരോട് ജീവിക്കും, ചില ആളുകൾ 6 മാസം, ചില ആളുകൾ ജീവിതാവസാനം വരെ ജീവിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് വളരെയധികം ഓപ്ഷൻസ് ഉള്ള ഈ ഒരു കാലത്ത് ഈ പുതിയ ജനറേഷനിലെ ആളുകളൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ആളുകളൊന്നുമില്ല. അപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മാസമൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചു നോക്കുക, എന്നിട്ട് 1 മാസം പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ അവർ ഡിവോഴ്സ് ആയി പോവുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലോണുകളും കടബാധ്യതയൊക്കെ എടുത്തിട്ടായിരിക്കും ഈ വീട്ടുകാർ കല്യാണം നടത്തി വെക്കുന്നത്. ചിലപ്പം ഒരു 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 1 കോടി രൂപ വരെയൊക്കെ മുടക്കി കല്യാണം നടത്തുന്ന ആളുകളുണ്ട്. ആ 50 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ 1 കോടി രൂപ മുടക്കി കല്യാണം നടത്തിയത് അതിനെന്താണ് വാല്യൂ? ആ മണി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്. കല്യാണം നടത്തേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ആ പൈസ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്. ആ ഒരു കാര്യം, ആ ഒരു പൈസ ഉണ്ടാക്കാൻ ചിലപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ആ ഫാമിലി അവരുടെ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇനി അവരുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ അടച്ചാൽ തീരുന്ന ലോൺ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അത് നടത്തിയിട്ടുണ്ടാകും. അപ്പൊ അവരെന്തിനാണ് ചെയ്തത്? അവരുടെ മകൻ അല്ലെങ്കിൽ മകൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. എന്നിട്ട് ആ കുടുംബജീവിതം കിട്ടിയെന്ന് ചോദിച്ചാൽ അത് കിട്ടിയതുമില്ല. ജീവിതാവസാനം വരെ വലിയ കടക്കണിയിൽ ചെന്ന് പെടുകയും ചെയ്തു. സോ തീർച്ചയായിട്ടും വിവാഹം കഴിക്കുന്നതിന് മുമ്പൊക്കെ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന കാര്യം വലിയൊരു കാര്യമാണ്. അത് മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്നത്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഇന്നും പല ആളുകൾക്കിടയിലും ഈ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് കല്യാണം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇന്ന് പോയി പെണ്ണ് കാണുന്നു, അടുത്ത 1 ആഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ഉടനെ നിക്കാഹ്. അത് കഴിഞ്ഞ് അടുത്തൊരു മാസത്തിലായിരിക്കും അല്ലെങ്കിൽ അടുത്ത 2 മാസത്തിലായിരിക്കും മനസ്സിലാകുന്നത് ഇയാളുമായിട്ട് എനിക്ക് ചേർന്ന് പോകാൻ സാധിക്കില്ല, ഉടനെ നിക്കാഹ്, ഡിവോഴ്സ്. പക്ഷേ ഈ റിസപ്ഷൻ അല്ലെ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടത്തുന്ന ചെലവിൽ നിന്ന് ഒരു മോചനമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്നാലും ഈ നിക്കാഹ് എന്ന് പറയുന്ന സംഭവം നടത്തുന്നതും വലിയ ആർഭാടമായിട്ട് ഇപ്പോൾ നടത്തുന്ന ആളുകളുണ്ട്. അതും ചിലവ് തന്നെയാണ്. പേര് നിക്കാഹ് ഡിവോഴ്സ് എന്ന് പേര്. അപ്പം അത്രയും ഓപ്ഷൻസ് പിന്നെ കുറയാണ്. പിന്നെ നമുക്ക് ഈ നിക്കാഹ് ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വേണ്ട ചിലപ്പോൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പൊ ഈ കല്യാണം നടത്തുമ്പോൾ ആദ്യത്തെ 1 ആഴ്ച അല്ലെ 1 മാസം കിട്ടുന്ന ആ ഒരു പ്രിവിലേജസിന് വേണ്ടി കല്യാണത്തിലേക്ക് എടുത്തിയാടുന്ന പെൺകുട്ടികൾ ആലോചിക്കുക. 4 റീലിട്ട് കഴിയുമ്പോൾ ഇന്ന് ആൾക്കാർ കണ്ട് നാളെ മറക്കും. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യവും ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി, ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമോഷണലി പ്രിപ്പയർഡ് അല്ലാതെ, നിങ്ങൾ ഇമോഷണലി മെച്ചുവേർഡ് അല്ലാതെ, നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാതെ വിവാഹത്തിലേക്ക് എടുത്തിയാടിയിട്ട് വെള്ളത്തെ മുങ്ങിച്ചാകുന്ന അവസ്ഥ ആകരുത് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ, ഫാമിലിയിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ. പണ്ട് ഈ ആണുങ്ങളായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പല സിനിമകളിലേക്ക് കണ്ടിട്ടുണ്ട്. കല്യാണം കഴിക്കും, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കില്ല, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കില്ല, കള്ളു കുടിച്ച് നടക്കും. അത് കഴിഞ്ഞ് ഭാര്യ എവിടെയെങ്കിലും ജോലിക്ക് പോയി പൈസ കൊണ്ടുവരും, അത് പിടിച്ചു പറിക്കും, അതും കൊണ്ടുപോയി കള്ളു കുടിക്കും. വീട്ടിൽ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഭാര്യ, വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരുന്ന ഭാര്യ,
ഈ മക്കളെ നോക്കുന്ന ഭാര്യ, ചെയ്യുന്നതെല്ലാം ഭാര്യ. ഇയാൾ ഇങ്ങനെ കള്ളും കുടിച്ച് ചീട്ട് കളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ തന്നെ വേറൊരു വേർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഫെമിനിസം, ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന റീലുകൾ ശരിക്കും ഇതിന്റെ ഒരു ഐഡിയ അല്ലാത്ത വേറെ പല തരത്തിലുള്ള ഇതിനെയൊക്കെ വളച്ചൊടിച്ച് വേറെ പല ആംഗിൾസിലാക്കി പല പേരുകളിലാക്കി റീലുകളായിട്ട് ഇഷ്ടംപോലെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പൊ ഈ പല പെൺകുട്ടികളുടെ റീലിലേക്ക് കയറി ചെല്ലുന്ന ഈ ഒരു കാര്യമാണ്. എന്നിട്ട് ഇവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇക്വാലിറ്റി ആണ്, ഫെമിനിസം ആണെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ജോലിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ എന്നാൽ പിന്നെ വീട്ടില് ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യും, അല്ല അതിനും വയ്യ, അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് 9-10 മണി വരെ കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, മൊബൈൽ നോക്കിയിരിക്കുക, ആ വീട്ടില് ബാക്കിയുള്ള അമ്മായിമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി അത് പോയി കഴിക്കുക, തിരിച്ച് വന്നിരിക്കുക, വീണ്ടും മൊബൈൽ നോക്കിയിരിക്കുക, രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുക. ഒരു രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ, എന്നാൽ ഈ ഒരു കല്യാണത്തിന്റെ ആ ഒരു എക്സ്ട്രാ വഗാൻസ്, ആ ഒരു ഇതിനു വേണ്ടി, ആ ഒരു ആഡംബരങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന വേറെ കുറച്ച് ആളുകൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു ഫാമിലിയുമായിട്ടാണ് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്, മറ്റാൾക്കാരുമായിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയുള്ള നിങ്ങളുടെ അച്ഛനമ്മ സഹോദരി എന്ന് പറയുന്ന അല്ലാതെ വേറൊരു ഫാമിലിയും കൂടെയാണ് വരുന്നത്. അപ്പം അവര് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ചിലപ്പോൾ ആളുകളായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കേബിൾ ആയിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങളുടെ പാർട്ണർ, അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അയാൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ജോലിക്ക് പോയി നിങ്ങളും ഈക്വലി ഫിനാൻഷ്യലി ആ കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആൾ ജോലിക്ക് പോട്ടെ, മറ്റേ ആൾ ജോലിക്ക് പോയി സമ്പാദിച്ചുകൊണ്ട് വരുമ്പോൾ ബാക്കി ഹൗസ് ഹോൾഡ് നിങ്ങൾ മാനേജ് ചെയ്യുക, നിങ്ങൾ ബാക്കി കുക്കിങ്ങോ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കേബിൾ ആയിരിക്കണം. അതായത് നിങ്ങളും കൂടെ ജോലിക്ക് പോയി നിങ്ങളും കൂടെ ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ ഭർത്താവും ഭാര്യയും ഉണ്ട്, രണ്ടുപേരും ജോലിക്ക് പോയിട്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലെ പണി മുഴുവൻ വീണ്ടും ഈ ഭാര്യ തന്നെ എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതും ഒരു ഇൻഇക്വാലിറ്റിയാണ്. സോ ആ പെൺകുട്ടിയും ഈക്വൽ ആയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നീട് ഈ ഹൗസ് ഹോൾഡ് ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ വേറെ വലിയൊരു ലോഡാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മമാർ അങ്ങനെ വീട്ടിലുള്ള, ഇപ്പൊ എന്റെ ഉമ്മാക്ക് അങ്ങനെയുള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരി ഇപ്പം ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. സോ പുള്ളിക്കാരി വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തിട്ടാണ്, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നുണ്ട്, തിരിച്ചു വന്നിട്ട് വീണ്ടും ജോലിയൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊട്ടും ആപ്ലിക്കബിൾ അല്ല. എൻ്റെ ഉമ്മാക്ക് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ജോലിക്ക് പോവുക പിന്നെ വീട്ടിൽ വന്ന് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറി കുക്ക് ചെയ്തുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരുത്തി ഫുഡ് കഴിക്കാം, രണ്ടുപേരും ഈക്വൽ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അതൊരു കാര്യം. ഇനി അതല്ല, ഒരാൾക്കേ ജോലിയുള്ളൂ, മറ്റേ ആൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആള് ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുക. അവിടെ വന്നിട്ട് മറ്റേ ആൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഈക്വൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യാൻ അയാളോട് ചോദിക്കരുത്. കാരണം അയാളുടെ ആയിട്ടുള്ള പോർഷൻ ജോലിക്ക് പോയി വീട്ടിലേക്ക് ഫിനാൻഷ്യലി ഇൻകം കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും ഇവിടെ വന്നിട്ട് ഇക്വാലിറ്റി എന്നും പറഞ്ഞിട്ട് വീട്ടിലെ പണിയും കൂടെ ചെയ്യാൻ പറയുന്നത് ശരിയല്ല. സോ രണ്ടുപേരും ഈക്വലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഹൗസ് ഹോൾഡ് ഈക്വലി ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള എക്സ്ട്രാ പണവും കൂടെ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് വേറൊരു ഓപ്ഷൻ. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരാൾ മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ, മറ്റേ ആൾ ഏൺ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുക. അപ്പം എനിക്ക് ജോലിക്ക് പോകാനും വയ്യ, ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യാനും വയ്യ, ഒരു പണി എടുക്കാനും വയ്യ, ഇതെന്റെ ഫ്രീഡം, എന്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ മൊബൈലിൽ നോക്കി റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഫാമിലി വലിയ രീതിയിലുള്ള അതിന്റെ ഫാമിലിയുടെ മുന്നോട്ട് പോകാൻ അത് ബാധിക്കും. ഒരാൾക്ക് മാത്രം ഹെക്റ്റിക് ലോഡും മറ്റേ ആൾ സുഖിച്ച് വീട്ടിൽ ഇരിക്കുന്ന പോലെ ആയിപ്പോകും. അപ്പൊ അങ്ങനെ ഈ പലതരത്തിലുള്ള ഇക്വാലിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്ന പുരോഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണിയും എടുക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഒരുപാട് പേഴ്സണലി മെസ്സേജ്, പല ആളുകളും വിഷമിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇമോഷണൽ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനിപ്പം പല അങ്ങനെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള വീഡിയോകളും സൈക്കോളജിക്കൽ ബേസ് ആയിട്ടുള്ള പല വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് എനിക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കാര്യം, എല്ലാ പണിയും പുള്ളി ചെയ്യേണ്ട ഒരു അവസ്ഥ. അതായത് മാർച്ച് 28-നാണ് എനിക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. അതായത് ഈ പുള്ളി മാരി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് വലിയ രീതിയിൽ ആഡംബരമായിട്ട് കല്യാണം നടത്തണം. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെന്തോ ലോണൊക്കെ എടുത്തിട്ട് വലിയ ആഡംബരമായിട്ട് കല്യാണങ്ങളൊക്കെ നടത്തി. അപ്പം അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഇദ്ദേഹം എന്ന് പറയുന്നത്, ഈ പയ്യൻ എന്ന് പറയുന്നത് PG കഴിഞ്ഞ ആളാണ്, MBA കഴിഞ്ഞ ആളാണ്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഡിഗ്രി ഒരു സബ്ജക്റ്റ് കിട്ടിയിട്ടില്ല, ഫെയിൽഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. സോ കല്യാണം കഴിഞ്ഞു, ആ വലിയ ആഡംബരങ്ങളായിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ആദ്യത്തെ ഒരു മാസം അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ എൻജോയ്മെന്റും എന്റർടൈൻമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പ് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാൾ ചോദിച്ചു, എങ്ങനെ ഈ പേപ്പർ എഴുതിയെടുക്കാൻ താല്പര്യമാണോ, അത് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ ആ ജോലിക്ക് പോകാൻ PSC കോച്ചിങ് വല്ലതും നോക്കാന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നേരെ പ്ലേറ്റ് മാറി. പുള്ളിക്കാരിക്ക് ജോലിക്ക് പോകാനും താല്പര്യമില്ല, ഈ പേപ്പർ എഴുതിയെടുക്കാനും താല്പര്യമില്ല, അന്ന് ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യും അതിനും താല്പര്യമില്ല. പുള്ളിക്കാരി ഫുൾ ടൈം റീലും കണ്ടുകൊണ്ടിരിപ്പാണ്. അതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം ആകുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളാണ് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞാൽ 8:30-ക്കാണ്, പക്ഷെ ഇദ്ദേഹം ഈ വൈഫ് എഴുന്നേക്കുന്നത് പറഞ്ഞാൽ 10 മണിക്കാണ്. അപ്പം ഇയാൾ രാവിലെ 8:30 എഴുന്നേറ്റ് ഇയാളുടെ ജോലിക്ക് പോകും. ഒരു 10 മണിയാകുമ്പോഴായിരിക്കും വൈഫ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ള ബാക്കി ആൾക്കാർ ഫുഡ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഫുഡ് കഴിക്കുക, വീണ്ടും പോവുക, റൂമിലിരുന്ന് റീല് കണ്ടുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് പണി. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇയാളുടെ കേസിൽ ഇയാളിപ്പോൾ ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ പോവാണ്. ഇയാൾക്ക് ഇങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആണോ അല്ലേ എന്ന് എൻ്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കാനാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. എൻ്റെ ഒരു അഭിപ്രായം എന്താ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ആയിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എല്ലാ ആൾക്കാരെയും നമുക്ക് ജീവിതത്തിൽ മാറ്റാൻ സാധിക്കും. ചില ആൾക്കാരൊക്കെ അതുപോലെ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുവൻ സഫർ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ മാറുന്നതാണ്. നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മുടെ ലൈഫ് നോക്കി മാറുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഈ പുരോഗമനം ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു പണി എടുക്കാതെ വീട്ടിലിരിക്കാനുള്ള, മടി പിടിച്ചിരിക്കാനുള്ള, അല്ലെങ്കിൽ തന്റെ മടിയെ ന്യായീകരിക്കാനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊന്നാണ് ഈ കണ്ടത്. അപ്പൊ അങ്ങനെയും ആവരുത്. അപ്പൊ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഫിനാൻഷ്യലി ഏൺ ചെയ്യാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനും കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യാൻ പ്രാപ്തരാക്കുക. ഒരു ഈക്വൽ പാർട്ണർഷിപ്പ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുക. അതാണായാലും പെണ്ണായാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒന്നെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഈ വിവാഹം കഴിക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് ജോലിയോ വരുമാനമോ ഒന്നുമില്ല. അയാൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണ് കുടുംബത്തിന്റെ ചെലവുകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിർബന്ധിതമായിട്ടും ഇയാൾ ബാക്കി ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും, ഭർത്താവാണ് ഏൺ ചെയ്യുന്നെങ്കിൽ ഭാര്യയ്ക്ക് ഒരു പണിയില്ലെങ്കിൽ അവരവിടെ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യണം. അല്ല ഈ പറഞ്ഞ ഇയാൾ ജോലിക്കും പോയിട്ട് ദിവസവും ഹോട്ടലിൽ നിന്ന് ഫുഡും വാങ്ങിച്ച് ഈ തീറ്റ കൊടുത്ത് മാത്രം മതി. എന്താ പൂച്ചയോ പട്ടിയോ വല്ലതുമാണ് അങ്ങനെ ഫുഡ് കൊടുത്ത് വളർത്താൻ? ഒരു ബോയിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സെക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ കല്യാണം കഴിച്ചു. ഇനി ഗേളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറയുന്ന ഇതിനു വേണ്ടി മാത്രം ഒരാളെ കല്യാണം കഴിച്ച പോലെ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ പറയുമ്പോൾ ഒരു 35+ ആയിട്ടുള്ള ആളുകൾ, കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതെന്തോ വലിയ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പല ആളുകളുടെയും വീട്ടിൽ ഇത് നടക്കുന്നുണ്ടാവും. പക്ഷേ യങ്ങർ ജനറേഷനിൽ ഇത് ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണിയും എടുക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം അവരെ ഇമോഷണലിയും മെന്റലിയും പ്രിപ്പയർഡ് ആക്കുക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആണായാലും പെണ്ണായാലും വളർത്തുമ്പോഴേ ഒരു പണിയും എടുപ്പിക്കാതെ മാക്സിമം പാമ്പർ ചെയ്ത് ഈ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പോലെ വളർത്തിക്കൊണ്ട് വരാതിരിക്കുക. നാളെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ മറ്റാളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ജീവിക്കേണ്ട ആളുകളാണ്. അപ്പൊ അതിനനുസരിച്ച് അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ ഏബിൾ ആക്കുക. ഒരു കഴിവുമില്ലാത്ത കുറെ നിർഗുണന്മാരായിട്ട് നിങ്ങൾ അവരെ വളർത്തിവിടാതെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർ പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ ഉള്ളൊരു പ്രാപ്തി ഉണ്ടാക്കിയിട്ട് വിടുക. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് ഏൺ ചെയ്യാനുള്ള, ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യാനുള്ള അതിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. സോ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അങ്ങനെ സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പ്രാപ്തരായിരിക്കണം. ഇനി അങ്ങനെ പറ്റാത്ത ആളാണ്, എനിക്ക് ജോലി ചെയ്യാൻ അങ്ങനെ പുറത്തുനിന്ന് പോയി ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശമ്പളത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യാനെങ്കിലും പഠിച്ചിരിക്കണം ബേസിക് ആയിട്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മസ്റ്റായിട്ട് വിവാഹത്തിന് മുമ്പ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരു വിവാഹ ബന്ധത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഡീപ്പായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തലാഖും കൗൺസിലിങ്ങും നിക്കാഹ് ഒഴിയലും ബന്ധം വേർപെടലും ഒക്കെ ഇനി വരുന്ന കാലത്ത് വളരെയധികം കൂടും. കാരണം പണ്ടത്തെ പോലെ ആൾക്കാർ ഓപ്ഷൻസ് ഇല്ലാതെ സഹിച്ച് ക്ഷമിച്ച് കഴിയുന്ന കാലമൊന്നുമില്ല. ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെയാണ് ആൾക്കാർ പാർട്ട്ണറിനെ മാറ്റുന്നതും ബന്ധം വേണ്ടാന്ന് വെക്കുന്നതൊക്കെ. സോ അത് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ട് മാത്രം അവരെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പറഞ്ഞു വിടുക. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമ്മച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലും ഈ നിർഗുണരായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ വളരെ നല്ല എക്സ്പെക്ടേഷൻസുമായിട്ട് വരുന്ന മറ്റൊരാളുടെ ഫാമിലിയും കൂടെ ചിലപ്പോൾ അതിൽ സഫർ ചെയ്യേണ്ടി വരും. സോ ഈ കാര്യം തീർച്ചയായിട്ടും ആലോചിക്കുക. വളരെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. സോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. സോ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. സോ ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ, signing off.